ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 17 ആണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് നമ്മളിപ്പോൾ 2 ആഴ്ച കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ദിവസം നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് കെമിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുക. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് കെമിക്കൽ ഷാമ്പൂ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അതിന് പകരമായിട്ട് ഇന്ന് മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ട് നാച്ചുറൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് മുടി കഴുകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ മുടി സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും സഹായിക്കും. നമുക്കിത് ഹെയർ ഗ്രോത്തിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ മുടിയിൽ അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കാം. മുടി ഞാൻ നന്നായിട്ട് ചീകിക്കെട്ടൊക്കെ കളഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പോൾ മുടി ചീകാത്തവരെന്നല്ല, മുടി ചീകിയിട്ടില്ലെങ്കിൽ മുടി നന്നായിട്ട് ചീകിക്കെട്ടൊക്കെ കളഞ്ഞിട്ട് ഓയിൽ തേക്കുക. അപ്പം നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പം ഇന്ന് പിന്നെ നാച്ചുറൽ ഷാമ്പു ആയതുകൊണ്ട് തന്നെ ഒരുപാട് അളവിൽ ഓയിൽ തേക്കുന്നില്ല, കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ഓയിൽ തേക്കുന്നുള്ളൂ. ഇത്രയല്ല, അത്യാവശ്യം ഓയിൽ തേക്കണം കേട്ടോ. ഞാൻ ഇന്ന് പാത്രത്തിൽ എടുക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഓയിൽ മാത്രമായിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിലും അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക, മുടിയിലും തേക്കുക. പിന്നെ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് തേക്കുന്ന അത്രയും ഓയിൽ തേക്കരുത്, എങ്കിലും കുറഞ്ഞ അളവിലല്ല, അത്യാവശ്യം നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കട്ടെ. എനിക്കത് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ മുടിയുടെ ടെക്സ്ചർ നോക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓയിൽ തേക്കുക. ഈ ഒരു നാച്ചുറൽ ഷാമ്പു നമ്മുടെ മുടിയിലുള്ള ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഓയിൽ തേക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കട്ടെ. അപ്പം ഞാനിത് ഓയിൽ അത്യാവശ്യം സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കാം. അപ്പം നമ്മുടെ നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ് കേട്ടോ. ചെറുപയറിൻ്റെ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വാങ്ങിക്കുന്ന പൗഡറാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ളത് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ നന്നായിട്ടൊന്നും പൊടിച്ചെടുത്തില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ 2 സ്പൂൺ അളവിൽ ചെറുപയറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവയും ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയും 2 സ്പൂൺ അളവിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറുപയർ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ ഉലുവയും എടുക്കുക. പിന്നെ ഈ ചെറുപയറും ഉലുവയും നമുക്ക് നാച്ചുറൽ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയോ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഈ 2 ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഇത് നമുക്കൊന്ന് കുതിർക്കാൻ ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുമെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കുക. കഞ്ഞിവെള്ളം സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പകരം നിങ്ങൾ വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഒരു ദിവസം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ടൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉലുവയൊക്കെ കണ്ട് അത്യാവശ്യം നല്ല കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റട്ടെ കേട്ടോ. ചെറിയ പാത്രമാണ്, ഉലുവയൊക്കെ കുതിർന്നു വന്നപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലത്തെ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് പൊന്തി വരുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ ലൂസ് ആക്കണമെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിലും വെള്ളം ആണെങ്കിലും ചേർത്താൽ കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ചേർക്കുന്നത്. ചെമ്പരത്തിപ്പൂ കാണിക്കുമ്പോൾ ചിലർക്കെങ്കിലും വിഷമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയാതിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വലിയ ചെമ്പരത്തിപ്പൂവിൽ അധികം വിരിഞ്ഞിട്ടില്ല കേട്ടോ, രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ ഏത് ചെമ്പരത്തിപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല. വേലി ചെമ്പരത്തിയാണ് കുറച്ചുകൂടി നല്ലത്. വേലി ചെമ്പരത്തി ഇല്ലെങ്കിൽ ഏത് ചെമ്പരത്തിപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല. ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തലേ ദിവസം തന്നെ ഉലുവയുടെയും ചെറുപയറിൻ്റെയും കൂടെ ഇട്ട് വയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഇല്ല, ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അറിയാലോ, നമ്മളിങ്ങനെ നാച്ചുറൽ ഷാമ്പൂ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചെമ്പരത്തിപ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ മുടി ഒന്ന് ക്ലീൻ ആവാനും അത് മാത്രമല്ല മുടിക്ക് ആ ഒരു ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് ചെമ്പരത്തിപ്പൂ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ചെമ്പരത്തിപ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിന് ഇത്ര അളവൊന്നുമില്ല കേട്ടോ. ഞാനൊരു 5-8 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ.
നമ്മൾ പാക്ക് എന്താ പറയുക ഒരു ലൈറ്റ് പാക്കായിട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഉലുവയൊക്കെ ആകുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള പാക്കാവും. പിന്നെ നമുക്ക് അരിച്ചെടുക്കാനൊക്കെ ലേശം ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ചെറുപയർ ഉലുവ പാക്കൊക്കെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഉലുവയും ചെറുപയറും എന്തായാലും സെറ്റായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെമ്പരത്തിപ്പൂ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കഞ്ഞിവെള്ളമോ വെള്ളവും ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചെമ്പരത്തിപ്പൂ ചേർത്തില്ലെങ്കിലും ഉലുവയും പിന്നെ ചെറുപയറും ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അരിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പാക്ക് അരിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അരയ്ക്കാതെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് തന്നെ തയ്യാറാക്കിയത്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അരിക്കാൻ മടിയാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ഈ പാക്ക് ചെയ്താൽ മതി. അപ്പോൾ നല്ലതായിട്ടെന്ന് വെച്ചാൽ നല്ലൊരു ജെല്ല് ഫോമിൽ നമുക്ക് ഈ ഒരു പാക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ജെല്ല് ഫോമിൽ ഒരു ക്രീമി ടെക്സ്ചറിലൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ലൈറ്റ് ആയിട്ട് പാക്ക് ഉപയോഗിക്കുന്നതാണ് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഷാമ്പു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ പാക്ക് കുറച്ച് എന്താ പറയുക തിക്കായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തേക്കാൻ എളുപ്പമാവും. കണ്ടോ, ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തേക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുടിയിൽ ഓയിൽ തേച്ചിട്ടുണ്ട്. മുടിയിൽ ഓയിൽ തേച്ചിട്ടേ ഈ പാക്ക് തേക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും തേക്കണം കേട്ടോ. നമ്മുടെ മുടിയിൽ ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ മുടിയിലും തേച്ച് കൊടുക്കണം. പിന്നെ പാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളതാണ് കേട്ടോ. തണുപ്പൊക്കെ പറ്റാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഉലുവയുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ പാക്കുകൾ നമ്മളിങ്ങനെ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്ക് കഴുകുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് പോകണം കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കമൻറ്റിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇച്ചിങ് വരുന്നുണ്ട്, ചൊറിച്ചിൽ വരുന്നുണ്ട്, മുടി പൊഴിയുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അടുപ്പിച്ച് പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് കറക്റ്റായിട്ടല്ല കഴുകുന്നതെങ്കിൽ നമുക്ക് താരൻ്റെ പ്രശ്നം വരാനും ഇങ്ങനെ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം വരാനും മുടി പൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഉലുവയുടെ പാക്കൊക്കെ ആകുമ്പോൾ എന്തായാലും അത് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പശവശപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് മുടി കഴുകുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്കിപ്പോൾ ബക്കറ്റ് ഹെയർ വാഷൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും മുടിയിൽ നിന്നും പാക്ക് പോകണം. പിന്നെ ഈ നാച്ചുറൽ ഷാമ്പു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് കെമിക്കൽ ഷാമ്പുവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇപ്പം നിങ്ങൾക്ക് തണുപ്പ് ഒട്ടും പറ്റാത്തവരാണ്, നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ ഇത് കഴുകാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ. ഇതുപോലെ പാക്കായിട്ട് കുറച്ച് നേരം തേച്ചിട്ട് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കഴുകാനാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് കഴുകുന്ന സമയത്ത് നന്നായിട്ട് തേച്ച് നല്ല രീതിയിൽ എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിയാൽ മതി കേട്ടോ. അതെങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ചിലർക്കൊക്കെ ഓരോ പാക്കൊക്കെ മിസ്സായിട്ടുണ്ട്, അത് പ്രശ്നമുണ്ടോ, ആദ്യം മുതൽ ഇനി തുടങ്ങണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരെണ്ണം മിസ്സായി പോയാൽ തൊട്ടടുത്ത ദിവസത്തെ പാക്ക് മുതൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് തന്നെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിതാ പാക്ക് മൊത്തമായിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കഴുകുന്ന ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം, പാക്ക് കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ നിന്ന് പോകണം. അതിനനുസരിച്ച് കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ കഴുകണം. അപ്പോൾ വെറുതെ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇപ്പോൾ കഴുകുന്ന കാണിക്കാത്തത്. അപ്പോൾ 15 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾ കഴുകുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കഴുകുന്ന സമയത്ത് ഒരു ഷാമ്പു ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു താളിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ കഴുകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
അപ്പൊ നമ്മുടെ ചലഞ്ചിൽ നമ്മൾ 17ാമത്തെ ദിവസം ഈ ഒരു നാച്ചുറൽ ഷാമ്പു ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ഹെയർ സെറം എടുത്ത് മുടിയിൽ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ 18ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഹെയർ വാഷ് ചെയ്യാം. പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളാണ് മുടി കഴുകുന്നത്, അങ്ങനെ കഴുകാം. മുടിയിൽ നാളത്തെ ദിവസം ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. മുടിയെ ഫ്രീ ആയിട്ട് വിടുക. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.